Dear students, welcome to third class on circles. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് കോഡ്സ് വരച്ചാൽ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് കോഡ്സ് വരച്ചാൽ ആ രണ്ട് കോഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും. നമ്മളത് പ്രൂവ് ചെയ്യും. തിരിച്ച് ഒരു സർക്കിളിൽ രണ്ട് ഈക്വൽ കോഡ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് കോഡ്സും നിലകൊള്ളുന്നത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിട്ടാണ് എന്ന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും പ്രൂവ് ചെയ്യാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യും. അതിനുശേഷം അത് ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, നൗ ലെറ്റ് us സ്റ്റാർട്ട്. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായി വരച്ചിട്ടുള്ള രണ്ട് കോഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇത് ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യുന്ന പോലെ ചെയ്യാം. റീഡ് ദി ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദി കോഡ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം സെൻറ്റർ ആർ ഈക്വൽ. കോഡ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം സെൻറ്റർ, സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലുള്ള കോഡ്സ് ആർ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദിസ്, ഇഫ് വി കൺസിഡർ എ സർക്കിൾ ആൻഡ് two chords are drawn such that their distance from center are equal. ഈ രണ്ട് കോഡ്സ് സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലായിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓൾവേസ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ഇസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഈ പോയിന്റിൽ നിന്ന്, അതായത് സെൻറ്ററിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസിനുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് കോഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് കോഡ്സിന് എ ബി എന്നും മറ്റേ കോഡിന് സി ഡി എന്നും പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് നെയിം ആസ് ഒ, ലെറ്റ് us പ്രൂവ് എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ. എ ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഹാഫുകളായിട്ട്, അതായത് ഈ രണ്ട് പോയിന്റുകൾ നമുക്ക് ജോയിൻ പേര് കൊടുക്കാം. ദിസ് വൺ ഈസ് ദി ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് വരച്ച ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലറിൻ്റെ ഫുട്ട്, let us name it as P and Q. ഈ രണ്ട് പോയിന്റുകൾ പിയും ക്യൂ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ, in order to prove AB is equal to CD, it is enough to prove AP is equal to CQ. AP and CQ are equal mean AB and CD are also equal. Why? We know the perpendicular from the center to a chord bisects the chord. In that way, AP is the half of AB. Like that, CQ is half of CD. Therefore, if two halves of ഫുൾ ലെങ്ത്സ് ആർ ഈക്വൽ, രണ്ട് ഫുൾ ലെങ്ത്തുകളുടെ ഹാഫുകൾ ഈക്വൽ ആണെങ്കിൽ അവയുടെ ഫുൾ ലെങ്ത്തുകൾ ഈക്വൽ ആയിക്കോളും. അതുകൊണ്ട് എ പിയും സി ക്യൂവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ തന്നെ എ ബിയും സി ഡിയും ഈക്വൽ ആയിക്കോളും. ഇനി എ പിയും സി ക്യൂവും ഈക്വൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫോർ ദിസ്, ലെറ്റ് us join ഒ എ ആൻഡ് ഒ സി. When that two radii are drawn, we see the two right triangles. Triangle OPA and OQC. Consider the triangle OPA and OQC. What are the triangles? OPA and OQC. OPA. See the triangle OPA. And OQC. OQC. When we see that two triangles OP and OQ are equal, if we could prove that two triangles are congruent, at that time AP and CQ will be equal. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ് അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ എ പിയും സി ക്യൂവും ഈക്വൽ ആയിക്കോളും. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ വി സി ഒ പി ആൻഡ് ഒ ക്യു ആർ ഈക്വൽ ബിക്കോസ് വി ഹാവ് ഡ്രോൺ ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് നമ്മൾ വരച്ചത്. ഈ രണ്ട് കോഡ്സ് സെൻറ്ററിൽ നിന്ന് ഈക്വൽ ആകുന്ന രീതിയിലാണ് വരച്ചത്. ഒ എ ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ, ഒ സി ഓൾസോ ഈസ് ദി റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ. ഇൻ ദാറ്റ് വേ ഒ എ ആൻഡ് ഒ സി ആർ ഈക്വൽ. നൗ hypotenuse, OA is the hypotenuse of this right triangle. That one is equal to hypotenuse of the other triangle. In the way, one side of this triangle OP is equal to one side of the other triangle OQ. Now hypotenuse on one side of this triangle is equal to hypotenuse on one side of the other triangle. In that way, that two triangles are equal or congruent. ഈ രണ്ട് ട്രയാങ്കിൾ ഈ സിമ്പിൾ ഈക്വൽ സിമ്പിൾ ആണല്ലോ, ഈ കോൺഗ്രുവൻസി സിമ്പിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് എത്തിക്കഴിഞ്ഞു. ഹൈപ്പോട്ടന്യൂസ് വൺ സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ തേർഡ് സൈഡ് സി ഈക്വൽ ആകാൻ പൈതഗോറസ് പ്രകാരം ഈക്വൽ ആണ്. Therefore we see AP and CQ are equal. APയും CQയും ഈക്വൽ ആയതുകൊണ്ട് ABയും CDയും ഈക്വൽ ആണ്. ബിക്കോസ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട്സ് ദി കോഡ്. ഇൻ ദാറ്റ് വേ AB and CD are equal.
എ പിയും സി ക്യൂവും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ രണ്ട് കോഡ്സിൻ്റെ ഹാഫുകൾ ഈക്വൽ ആണ്. അതുകൊണ്ട് അവയുടെ ഫുൾ ലെങ്ത് ആയ എ ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് എത്തിക്കഴിഞ്ഞു. ഓക്കെ, യു ക്യാൻ റൈറ്റ് സച്ച് എ ക്വസ്റ്റ്യൻ ആൻഡ് ഡ്രോ സച്ച് എ ഫിഗർ ആൻഡ് ദീസ് സ്റ്റെപ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മൾ തെളിയിച്ചത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് കോഡ്സിലേക്കുള്ള ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണെങ്കിൽ കോഡ്സ് ഈക്വൽ ലെങ്ത് ഉള്ളതാണെന്നാണ്. തിരിച്ച് ഒരു സർക്കിളിൽ രണ്ട് കോഡ്സ് ഈക്വലായിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ ആ രണ്ട് കോഡ്സ് നിൽക്കുന്നത് സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസസിലായിട്ടാണെന്ന് തിരിച്ച് ഇങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഇതേപോലെ ചിത്രം തന്നെ വരക്കേണ്ടത്. ഇതേപോലെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ട് നമ്മൾ ഇവിടെ സപ്പോസ് ചെയ്യുന്നത് സി ക്യൂവും എ പിയും ഈക്വൽ ആണെന്നും ഒ എയും ഒ സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് ഒ പിയും ഒ ക്യൂവും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി. ഇവിടുന്ന് തുടങ്ങിയെടുത്തേക്ക് തിരിച്ചു വരുന്ന പ്രോസസ്സ്. ദാറ്റ് മീൻ ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ മീൻ ദേ ലൈസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ. അതിനെ നമുക്ക് തിരിച്ചു ഇങ്ങോട്ടും പ്രൂവ് ചെയ്യാൻ അർത്ഥം. ദാറ്റ് പാർട്ട് ഐ തിങ്ക് ടു ഗീവ് ആസ് ഹോംവർക്ക്. എനിവേ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സി, ഇനി ഒരു സർക്കിളിൻ്റെ ഒരു കോഡ്, ഒരു സർക്കിളിൻ്റെ ഒരു കോഡ്, ആ കോഡിലേക്ക് സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിൻ്റെ റേഡിയസ്, ഇതിന് മൂന്നിനും കൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എ റിലേഷൻ കണക്ടിങ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് ദി കോഡ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദാറ്റ് കോഡ്. വി മേക്ക് എ റിലേഷൻ ഹിയർ. നമ്മൾ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഹിയർ കൺസിഡർ എ സർക്കിൾ ആൻഡ് ദിസ് ബി ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇത് സർക്കിളിൻ്റെ സെൻറ്റർ ആട്ടെ. ആൻഡ് എ കോഡ് ഈസ് ഡ്രോൺ ഹിയർ. ഒരു കോഡ് നമ്മൾ വരയ്ക്കുകയാണ്. ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദാറ്റ് കോഡ് ഈസ് ഡ്രോൺ. ഈ കോഡിലേക്ക് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആൻഡ് if we denote the length of the chord by L, if this much length is denoted by L, its half will be L by 2. Our length L by 2 ഉണ്ടാവുള്ളൂ. If we suppose the distance from center to chord is by D, distance എന്നുള്ളതിൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ D എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് സോ ഹിയർ ലെറ്റ് us have the radius. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച റേഡിയസ് ആയിരിക്കും. ആൻഡ് സോ when that radius is drawn, they together determine, radius നമ്മൾ R എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കണം. These three measures together determine a right angle triangle. Okay, here the longest measure is R. And so by Pythagoras here we will get a relation R square is equal to D square plus L by 2 whole square. If the length of the chord is denoted by L, its half will be L by 2. And so from this right triangle we will get hypotenuse square is equal to BC square plus altitude will come like this. ഓക്കെ, ഇങ്ങനെ ഒരു ചിത്രം നിങ്ങളെ മനസ്സിലുണ്ടാകണം. എവരി നൗ ആൻഡ് ദെൻ വി മേ ബി നീഡഡ് ടു അപ്ലൈ ദിസ് വൺ ഇൻ സം പ്രോബ്ലംസ്. ഓക്കെ, ചില പ്രോബ്ലത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫോർ എൻ എക്സാമ്പിൾ, ഹിയർ എ ക്വസ്റ്റ്യൻ, റീഡ് ദി ക്വസ്റ്റ്യൻ. ഇഫ് എ കോഡ് ഓഫ് ലെങ്ത് 6 cm ഈസ് 1 cm away from center, what will be the length of the chord if it is 2 cm away from center? ഒരു സർക്കിളിലെ സെന്ററിൽ നിന്ന് 1 cm അകലെയായിട്ടുള്ള ഒരു കോഡിന്റെ ലെങ്ത് 6 cm ആണെങ്കിൽ, അപ്പോൾ അതിന്റെ റേഡിയസ് തന്നിട്ടില്ല. What will be the length of the chord if it is 2 cm away from center? അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇവിടെ പറയുന്നത് ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് 6 cm. ഈ ലെങ്ത് 6 cm, അപ്പോൾ ഇതിന്റെ ഹാഫ് 3 cm ആണ്. ആൻഡ് ദാറ്റ് കോഡ് ഈസ് 1 cm away from center എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 1 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് റേഡിയസിനെ പൈതഗോറസ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും, ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത്, ഇഫ് എ കോഡ് ഈസ് 2 cm away from center എന്ന പോലെ അതേ സർക്കിളിലെ സെന്ററിൽ നിന്നും 2 cm അകലെയായിട്ട് നിലകൊള്ളുന്ന ഒരു കോഡിന്റെ ലെങ്ത് എന്താണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കോഡ് അവിടെ വരച്ചു കഴിഞ്ഞാൽ ആ കോഡിന്റെ ലെങ്ത് കാണാൻ അതിന്റെ ഹാഫ് കിട്ടിയാൽ മതി. L by 2, അതിന്റെ L by 2 കിട്ടണം. അതിന്റെ L by 2 കിട്ടാൻ അതിലേക്കുള്ള ഡിസ്റ്റൻസ് D അറിയാം. റേഡിയസ് ഈസ് ട്രയാങ്കിളിൽ നിന്ന് റേഡിയസ് കിട്ടുന്നത് അവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ ലെങ്ത് ഓഫ് ദി കോഡ് കാണാനുള്ള അടുത്ത ട്രയാങ്കിൾ പരിഗണിച്ചിട്ട് അത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഫിഗറിൽ ഈ മെഷർ 6 cm 1 cm ഈ ആറും ഡിയും L by 2 ജനറൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇവിടുന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പകരം ഇറ്റ് ഈസ് സെറ്റ് ദിസ് മച്ച് ലെങ്ത് ഈസ് 6 cm, ഈ ലെങ്ത് 6 cm, അങ്ങനെയെങ്കിൽ ഇത് 3 cm, ദിസ് ടോട്ടൽ ലെങ്ത് ഈസ് 6 cm തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിട്ടുള്ള ദിസ് മച്ച് ഡിസ്റ്റൻസ് വിൽ ബി 3 cm എന്ന് മാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഇറ്റ് ഈസ് സെറ്റ് ദിസ് കോഡ് ഈസ് 1 cm away from center. സെന്ററിൽ നിന്ന് 1 cm അകലെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ പൈതഗോറസ് ലെറ്റ് us find out this one. We know r square is equal to, പൈതഗോറസ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we know r square is equal to 3 square plus 1 square. R square is equal to 3 square plus 1 square. 3 square we know it is 9, 1 square is 4, 9 plus 1 is 10, r square is 10. We will get it is 10, r square is equal to 10. Therefore r is equal to root 10.
6√10 ആണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പറയുന്നത് ഈ സെന്ററിൽ നിന്ന് 2 സെന്റിമീറ്റർ അകലെയായിട്ടുള്ള ഒരു കോഡ് ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻ എ കോഡ് ഈസ് ഡ്രോൺ സച്ച് ദാറ്റ് ദി ഡിസ്റ്റൻസ് ടു ദാറ്റ് കോഡ് ഫ്രം സെന്റർ ഈസ് 2 സെന്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആകുന്ന രീതിയിലാണ് ആ കോഡ് നിലകൊള്ളുന്നത് എങ്കിൽ ഇതിന്റെ ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ ഈ റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദർ ഓൾസോ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ലൈക്ക് ദാറ്റ്. ഇൻ ദാറ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ r², ഈ ലെങ്ത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ ലെങ്ത് അറിയാം, ഇതറിയാം. അഗെയിൻ അപ്ലൈയിങ് പൈതഗോറസ് വി വിൽ ഗെറ്റ് ദിസ് വൺ. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ ലെങ്ത്തിന് നമ്മൾ L/2 എന്ന് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ലെങ്ത് ഈസ് L, therefore this will be L/2. ഇതാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് L/2 ഹോൾ സ്ക്വയർ എന്നുള്ളത് നമ്മൾ L/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, പൈതഗോറസ് തിരിച്ച് പറയുമ്പോൾ ഇതിനാണ് ആദ്യം പറയുന്നതെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത്. therefore L/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r² മൈനസ് d/2 ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വി വിൽ ഗെറ്റ് L/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r² മൈനസ് d². r² ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് 10 ആണ്. r² അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് 10 മൈനസ് d ഈസ് 2. therefore 10 minus 2 square. 10 minus 2 square, we know it is 10 minus 2 square, 10 minus 4. 10 minus 4 is 6. L/2 whole square is 6. Therefore, L/2 will be square root of 6. L/2 will be square root of 6. That means this much length will be, ഈ കോഡിന്റെ ഹാഫ് √6 ആണ്. Therefore, what will be its full length of the code will be 2 times of √6 then. We are asked that one to find out. Okay, you can draw such a figure and this explanation in your notebook. How to do. Now, let us have one more example. Here, see the figure and read the question. In the figure, the bottom side of the quadrilateral is the diameter of the circle, and the top side is a chord parallel to diameter. Calculate the area of the quadrilateral. Here, this quadrilateral get its one side, that is the bottom side. At the same time, that one is the diameter of the circle, and this side of the quadrilateral is a chord of the circle, and it is parallel to this diameter. Here diameter is 5 centimeter and the length of the chord is 3 centimeter. We are asked to determine the area of this quadrilateral. Okay, and so what is the speciality of this quadrilateral? Here it is said this side is parallel to this side, mean here these two sides are parallel, and so this quadrilateral is a trapezium. We know the formula to find out the area of a trapezium, and so to find out the area of the trapezium we need to get the distance between these two sides, and so our aim is to find out the distance between these two sides. Okay, for this let us redraw the figure. When you do this one in your notebook, you have to redraw the figure again. Okay, in the question figure you must not make any additional construction on this figure, and so let us redraw the figure again. Okay, see, and so when it is drawn it will be like this. Here it is said this side is 5 centimeter, that is diameter is 5 centimeter, this one is 3 centimeter. We need to get the distance between these two sides. This one is the diameter, therefore that is 5 centimeter. Therefore radius of the circle will be 2.5. That means radius of the circle, this length will be 2.5 centimeter long. This will be 2.5 centimeter. When we have dropped a perpendicular from the center to this chord, it will bisect the chord. That means this will be the perpendicular drawn from the center to a chord, and so this much length will be half of this total length 3 centimeter, mean this will be 1.5 centimeter. Okay, now see this right angled triangle, its radius is 2.5 centimeter, half of the chord is 1.5 centimeter. We know the formula to find out the distance from center to the chord, that is d. Therefore here we can see d square is equal to 2.5 square minus 1.5 square. Let us write that one. Now 2.5 square minus 1.5 square, it is in the form of a square minus b square. We can write it as a plus b into a minus b, that is 2.5 plus 1.5 into 2.5 minus 1.5. 2.5 plus 1.5, 2.5 plus 1.5, 2 1 4 ആണ്. 2 1 പോയാൽ 1 ആണ്. Therefore this will be 4 into 1 എന്നായി ചുരുക്കും.
ഓക്കെ, 4 into 1. ഇവിടെ എളുപ്പം 2.5ന്റെ സ്ക്വയർ കണ്ടിട്ട് നിങ്ങൾക്ക് 6.25 എന്നും 1.5ന്റെ സ്ക്വയർ കണ്ടിട്ട് നിങ്ങൾക്ക് 2.25 എന്ന് എഴുതിയാൽ 6.25 എന്ന് 2.25 സബ്ട്രാക്ട് ചെയ്താൽ 4 എന്നുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, എളുപ്പം ഇതാണ്. Okay, therefore d square is equal to 4 into 1 means d square is 4, therefore d is equal to 2. That means this distance is 2. Now the only thing is to apply all these results in the formula. We know the formula to find out the area of a trapezium is half a plus b into h, where a and b are the parallel sides and h is the distance between them. If we apply that formula here, half a plus b into h, here half into a and b is 5 and 3. This h is the distance between them is 2. Therefore, let us have it half of 5 plus 3 into 2. 5 plus 3 is 8. 8 into 2 is 16. 16, half of 16, we know it is 8. Therefore, area of this trapezium is 8 centimeter square. Okay, you can draw such a figure at these steps in your notebook. Now, let us have one more example. Here, read the question. In a circle, two parallel chords of 6 cm, 4 cm long lies at either side of the center. If the distance between the chords is 5 cm, then calculate its radius. ഒരു സർക്കിളിൽ രണ്ട് കോഡ്സ് 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ലെങ്ത്തുള്ള രണ്ട് കോഡ്സ് സെന്ററിന്റെ രണ്ട് വശത്തായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോഡ്സ് ഇസ് 5 സെന്റിമീറ്റർ, then calculate its radius. Let us draw the figure accordingly. Here a circle is drawn. Let this chord be the, here one chord is drawn, its length is 6 centimeter. 6 centimeter length ഉള്ള ഒരു കോഡ് വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ മറ്റേ സൈഡിലാണ് 4 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള സർക്കിൾ ഉള്ളത്. അതിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ, ഇതിനേക്കാൾ ചെറുതായതുകൊണ്ട് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ വിൽ ബി എവേ. ആ കോഡ് 4 സെന്റിമീറ്റർ ഇതിന് പാരലൽ ആയിട്ടാണ് വരച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഒരു കോഡ് നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇതിന് പാരലായിട്ട് ഇതിലൂടെ ഒരു കോഡ് വരച്ചിട്ട് അതിന്റെ ലെങ്ത് നമ്മൾ 4 സെന്റിമീറ്റർ ആണെന്ന് സപ്പോസ് ചെയ്യാണ്. ഇറ്റ് ഈസ് സെഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 4 സെന്റിമീറ്റർ. ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു കോഡ്സ് ഈസ് 5 സെന്റിമീറ്റർ. ഈ രണ്ട് കോഡ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഡിസ്റ്റൻസ് സെന്ററിലൂടെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോഡ്സ് മീൻ ഇറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വി ടേക്ക് ദ ഡിസ്റ്റൻസ് ത്രൂ ദി സെന്റർ. സെന്ററിലൂടെയുള്ള ഒരു ഡിസ്റ്റൻസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് 5 സെന്റിമീറ്റർ. അത് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. അതിന് നമ്മൾ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കും രണ്ട് റേഡിയസുകൾ വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ടു റൈറ്റ് ട്രയാങ്കിൾസ്. ഈ രണ്ട് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളിൽ നിന്നാണ് നമ്മൾ റേഡിയസ് എന്താണെന്ന് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് ആണ് 5 സെന്റിമീറ്റർ. ഈ പീസ് എന്താണെന്ന് തന്നിട്ടില്ല. ഇഫ് ഈ സപ്പോസ് ദിസ് മച്ച് ലെങ്ത് ബൈ എക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ ഉണ്ട്, ഒരു ഡി കൊണ്ട് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ what will be this remaining length? This total length is 5. If this part is taken as d, what will be this one then? It is 5 minus d. That length will be 5 minus d. Now see this right triangle. We need to get its radius. Its hypotenuse is to be found. Here this length is 4 centimeter. Therefore its half will be 2 centimeter. Like that. Here this one is 6 centimeter, therefore its half will be 3 centimeter. Now when we consider this right triangle, right triangle suppose consider its hypotenuse is the radius. Radius radius square of the radius will be d square plus 3 square. D square plus 3 square will be equal to 2. That ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് റേഡിയസ് കാണാനുള്ള എക്സ്പ്രഷനും ഇതും രണ്ട് റേഡിയസുകളും ഒന്ന് തന്നെ. ഈ റേഡിയസും സെയിം ആയതുകൊണ്ട് ടി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ദിസ് 5 മൈനസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ദാറ്റ് ഇസ് റൈറ്റ് ലൈക്ക് ദാറ്റ്. 5 മൈനസ് ടി, ഈ ഡിസ്റ്റൻസ് 5 മൈനസ് ടിയും ഇത് 2 ആയതുകൊണ്ട് ദിസ് ഡി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 5 മൈനസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 5 മൈനസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. Then that is again, let us write 5 d square plus 3 square is equal to 5 minus d whole square can be expanded in the form of a minus b whole square. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ 5 minus d whole square എന്നുള്ള രീതി a minus b whole square ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ this will be 5 square 25 minus 2 into 5 into d will be minus 10d. 25 minus 10d plus d square plus 4 എന്ന് കിട്ടും. 25 minus 10d plus d square plus 4.
Now this d square and this d square on cancellation, here 3 square is left. This minus 10d, let us take to the other side. Therefore, it will be 10d plus 9 will be equal to 2. Here it will be 25 plus 4 will be 29. 10d plus 9 is equal to 29. 10d plus 9 is equal to 29 means 10d will be 20 then. 10d is equal to 20 means d is equal to 2. We got this distance is 2. This one is 2, this one is 3. Therefore, r square is equal to, or the radius square is equal to 3 square plus 2 square. That is 9 plus 4 will be 13. Therefore, r is equal to square root of 13. And so, we get the radius of the circle as root 13. You can write such a question and this figure and this explanation in your notebook. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഹോംവർക്കുകളൊക്കെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ തരും. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യവും എഴുതേണ്ട ഭാഗം നിങ്ങളോട് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. വീഡിയോ അവിടെ പോസ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾ എഴുതാനുള്ള ഭാഗം എല്ലാ ക്വസ്റ്റ്യൻസും നോട്ടിൽ എഴുതി വേണ്ട ചിത്രങ്ങളും വരച്ച് അതേ ആൻസർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ഓക്കെ, താങ്ക്സ്.